നമസ്കാരം. ASCC മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഡയറക്ഷൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അതിൽ പൈതഗോറസ് തിയറം വെച്ച് സോൾവ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലങ്ങളുണ്ടല്ലോ, അതാണ് നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നമ്മളിതിനകത്ത് പടം വരച്ചും പടം വരയ്ക്കാതെയും ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ് പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ പടം വരച്ച് ചെയ്യുന്നതും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. പിന്നെ ആ പ്രോബ്ലങ്ങളൊക്കെ പടം വരയ്ക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും അതും പഠിക്കാൻ കഴിയുന്നതാണ്. ട്രയാങ്കിൾ വരാത്ത ഡയറക്ഷനകത്ത് ട്രയാങ്കിൾ വരാത്ത ചോദ്യങ്ങളുണ്ട്. അത് നമ്മൾ മുൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോയാലോ. ഒരാൾ കിഴക്കോട്ട് 2 കിലോമീറ്റർ, കിഴക്കെന്ന് പറഞ്ഞാൽ ഈസ്റ്റാണ്, ഈസ്റ്റിലോട്ട് 2 കിലോമീറ്റർ. അടുത്ത കണക്കോട്ട് നമ്മൾ ഈ ചുരുക്കി എഴുതത്തതേ ഉള്ളൂ. ഇതേ കണക്ക് വലുതായിട്ട് ക്വസ്റ്റ്യൻ എഴുതുന്നില്ല. അപ്പോൾ ഒരാൾ കിഴക്കോട്ട് 2 കിലോമീറ്ററും പിന്നീട് ഇടത്ത് തിരിഞ്ഞ്, ഇടതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റാണ്, ലെഫ്റ്റ് തിരിഞ്ഞ് 1 കിലോമീറ്ററും, ലെഫ്റ്റ് തിരിഞ്ഞ് 1 കിലോമീറ്ററും, തുടർന്ന് വലത്ത് തിരിഞ്ഞ് 2 കിലോമീറ്ററും, വലത്തെന്ന് പറഞ്ഞാൽ റൈറ്റ് തിരിഞ്ഞ് 2 കിലോമീറ്ററും, അവസാനം ഇടത്ത് തിരിഞ്ഞ് 2 കിലോമീറ്ററും നടക്കുന്നു. അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്തു നിന്നും എത്ര അകലെയാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം പടം വരച്ചാണ് പറയുന്നത്. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ പടമൊന്നും വരയ്ക്കാതെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളുക. ആദ്യം അയാൾ ഈസ്റ്റിലോട്ട്, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു പോയിൻ്റ് ആണെങ്കിൽ അവിടുന്ന് വലത്തോട്ട് പോകുന്നതാണ് ഈസ്റ്റ്, കിഴക്ക്. ഇടത്തോട്ട് പോയാൽ അത് വെസ്റ്റാണ്, പടിഞ്ഞാറ്. മുകളിലോട്ട് പോയാൽ നോർത്ത്, വടക്കാണ്. താഴോട്ട് പോയാൽ സൗത്ത്, തെക്കാണ്. അപ്പോൾ ഒരാൾ ഈസ്റ്റിലേക്ക്, ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഈസ്റ്റിലേക്ക്, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഈസ്റ്റിലേക്ക് 2 കിലോമീറ്റർ പോകുന്നു. 2 എഴുതി. അതിനുശേഷം അയാൾ ലെഫ്റ്റ് തിരിയുന്നു. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ ആലോചിക്കാം. ഒന്ന്, നിങ്ങളാണ് നടന്നു പോകുന്നത് എന്ന് ചിന്തിക്കുക. അപ്പോൾ ലെഫ്റ്റ് മുകളിലോട്ടാണ്, ശരിയല്ലേ? നിങ്ങളിങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട്, റൈറ്റ് എന്ന് പറഞ്ഞാൽ താഴോട്ട്. അപ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞ് 1 കിലോമീറ്റർ പോയി എന്നാണ് പറയുന്നത്. അപ്പം മുകളിലോട്ട്. അല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. നിങ്ങളിത് ഒരു സൂചിയാണെന്ന് വിചാരിച്ചോ, ഒരു ക്ലോക്കിൻ്റെ സൂചി. അപ്പോൾ ക്ലോക്കിൻ്റെ സൂചി ഇങ്ങനെ ഇരിക്കുക. അപ്പം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഈ സൂചി സഞ്ചരിക്കുന്ന ദിശ ഏതാണെന്ന് നോക്കണം. ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ്, അതായത് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതല്ലേ ആൻറ്റി ക്ലോക്ക് വൈസ്. റൈറ്റ് എന്ന് കേട്ടാൽ, എപ്പോഴും ലെഫ്റ്റ് എന്ന് കേട്ടാൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറക്കുക, റൈറ്റ് എന്ന് കേട്ടാൽ ക്ലോക്ക് വൈസിൽ കറക്കുക. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് എന്നാണ് കേട്ടത്, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങോട്ടല്ലേ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾ ഒന്നുകിൽ ഇങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകണം. റൈറ്റ് എന്ന് കേട്ടാൽ ക്ലോക്ക് വൈസ്, ക്ലോക്ക് സഞ്ചരിക്കുന്ന ദിശ താഴോട്ടല്ലേ, അപ്പോൾ ഇങ്ങനെ കറക്കണം, വരയ്ക്കണം. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് കേട്ടാൽ ഇങ്ങോട്ടല്ലേ. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിന് ഓപ്പോസിറ്റ് ഇങ്ങനെ കറങ്ങും. ഓക്കെ, ഇതിൻ്റെ അറ്റം ഇങ്ങനെ കറങ്ങും. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്. ലെഫ്റ്റ് എന്ന് കേട്ടാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ ഇറങ്ങണം എന്ന് വെച്ചാൽ ഈ പ്രദേശത്തോട്ട് വരയ്ക്കും. 1 പോയി. അപ്പോൾ ഇത് വരച്ച് ഇത് പറഞ്ഞ്, പിന്നെ റൈറ്റ് തിരിഞ്ഞ് വലത്ത് തിരിഞ്ഞ് 2 പോയി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സൂചി റൈറ്റ് തിരിയെന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് ആണ്, റൈറ്റ്. വലത്ത് തിരിയെന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ ആ പ്രദേശത്തോട്ട്, അങ്ങോട്ട് 2 പോയി. അതിനുശേഷം ലെഫ്റ്റ് തിരിഞ്ഞ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന സൂചി ആൻറ്റി ക്ലോക്ക് വൈസ് മേപ്പോട്ട് 2 പോയി. ഓക്കെ, അയാൾ സഞ്ചരിക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര അകലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നതാണ് ചോദ്യം. നിങ്ങൾ ചെയ്യേണ്ടത് ഇതും തമ്മിൽ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. ഇത് അബദ്ധവശം അങ്ങ് മുട്ടിപ്പോയതാട്ടോ. ഈ വര അത് മുട്ടുമോ മുട്ടത്തില്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പ്രശ്നമല്ലേ. ഞാൻ തൽക്കാലം മുട്ടിക്കുന്നില്ല. അവിടെ മുട്ടണമെന്നൊക്കെ ചിലപ്പോൾ നിങ്ങളങ്ങ് അറിയാതെ ഇത് ഞാൻ ഇച്ചിരി നീട്ടിയും കിട്ടും. ഓക്കെ, മുകളിലോട്ട് 2 പോയേക്കുന്നത്. സഞ്ചരിക്കാൻ തുടങ്ങിയ സ്ഥലത്തു നിന്നും അയാൾ എത്ര അകലത്തിലാണെന്നാണ് ചോദ്യം. അപ്പോൾ സഞ്ചരിക്കാൻ തുടങ്ങിയ സ്ഥലവും അയാൾ എൻഡ് ചെയ്ത സ്ഥലവും തമ്മിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഈ വര ഏത് വഴി കടന്നു പോകുന്നു എന്നുള്ളതൊന്നും നമുക്കൊരു പ്രസക്തമായ കാര്യമല്ല. അതായത് ഈ പോയിന്റിൽ മുട്ടണമെന്നോ അത് ഇപ്പുറത്തൂടെ പോകണമെന്നോ ഇതിനെ ക്രോസ് ചെയ്ത് പോകണമെന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ അങ്ങനെ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നീളം കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒന്നും ചെയ്യേണ്ട. അത് ഏത് വഴിയോ പൊക്കോട്ടെ, നമുക്കൊന്നും പ്രശ്നമല്ല. അത് മുട്ടുന്നതോ മുട്ടാതിരിക്കുന്നതോ ഒന്നും ഇവിടുത്തെ ഒരു കഥയല്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ നീളമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സഞ്ചരിക്കാൻ തുടങ്ങിയ സ്ഥലം ഇത്, അവസാനിച്ച സ്ഥലം ഇത്, അവ തമ്മിലുള്ള അകലം.
ഈ സ്ട്രെയിറ്റ് വര. അപ്പോൾ നിങ്ങൾക്കൊരു ചരിഞ്ഞ വരയാണ് കിട്ടുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ഇൻറ്റു മാർക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ഇൻറ്റു മാർക്ക് ഇല്ലാത്ത ഒരു വരയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അത് വെച്ച് അത് കർണമാക്കിക്കൊണ്ട്, ഓർക്കുക കർണം ആക്കിക്കൊണ്ട് ഒരു മട്ടത്രികോണം വരയ്ക്കണം. അപ്പോൾ ഈ ചരിഞ്ഞ വര കർണമാക്കിക്കൊണ്ട് മട്ടത്രികോണം വരയ്ക്കാൻ ഇതിൻ്റെ മുകളിൽ, ഈ ചരിഞ്ഞ വരയുടെ മുകളിൽ നിന്ന് നിങ്ങൾ നേരെ താഴോട്ടൊരു വര വരയ്ക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടൊരു വര. അപ്പോൾ നിങ്ങൾക്ക് ഒരു മട്ടത്രികോണം കിട്ടും. ഈ മട്ടത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളും നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കും ഉറപ്പായിട്ടും. അതുകൊണ്ട് ഈ വശം കണ്ടെത്താനേ നിങ്ങൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള അകലം 2ആണ്, ഇവിടുന്ന് ഇവിടം വരെയുള്ള അകലം ഈ അകലത്തിന് തുല്യമാണ് 1. അങ്ങനെ ടോട്ടലി പറഞ്ഞാൽ ഇത് 3ആണ്. ഈ 2ഉം ഈ 1ഓട് ചേരുന്നത്. ഇനി ഈ വശവും നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കും. ഇവിടുന്ന് ഇവിടം വരെ 2ആണ്, ഇവിടുന്ന് ഇവിടം വരെ നോക്കുകയാണെങ്കിൽ അതും 2ആണ്, കാരണം ഈ നീളമാണല്ലോ ഈ നീളം വരുന്നത്. അങ്ങനെ ടോട്ടലി ഈ നീളം എന്ന് പറയുന്നത് 4ആണ്. 2 ചേർന്ന് 4. ഒരു മട്ടത്രികോണത്തിൻ്റെ ഒരു വശം 3, അടുത്ത വശം 4. അങ്ങനെ കർണം കണ്ടെത്താൻ ഇത് 3, ഇത് 4. ഈ കർണം, ഈ വശത്തിൻ്റെ നീളം കണ്ടെത്താൻ നിങ്ങളൊരു റൂട്ട് ഇടുക. ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ചെയ്യുക. 4ൻ്റെ സ്ക്വയർ പ്ലസ് 3ൻ്റെ സ്ക്വയർ. ഇപ്പോൾ റൂട്ട് ഓഫ് 4ൻ്റെ സ്ക്വയർ 16, 3ൻ്റെ സ്ക്വയർ 9, റൂട്ട് ഓഫ് 25, 25ൻ്റെ റൂട്ട് 5 എന്ന് വെച്ചാൽ ഈ ചരിഞ്ഞ വരയുടെ നീളം 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ചോദ്യമുണ്ട്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അയാൾ സഞ്ചരിക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ 5 കിലോമീറ്റർ അകലത്തിലാണ്. 1, നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം 5. ഇനി രണ്ടാമത്തെ പോയിന്റ്, അയാൾ സഞ്ചരിക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഏത് ദിശയിലാണ് നിൽക്കുന്നത്? അപ്പോൾ നിങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങിയ സ്ഥലത്ത് ഒരു അധികം വരയ്ക്കണം. ഓക്കെ, ഇത് നോർത്ത് വടക്ക്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അയാൾ സഞ്ചരിക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഏത് വരയിൽ ഏത് 2 വരകൾക്കിടയിലാണെന്ന് നോക്കണം. അയാൾ സഞ്ചരിക്കാൻ തുടങ്ങിയ സ്ഥലം സഞ്ചരിച്ച് നിർത്തിയ സ്ഥലം ഇവിടാണ്. അപ്പോൾ അയാൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് നോർത്തിൻ്റെ ഈസ്റ്റിൻ്റെ ഇടയിലൂടെ പോകുന്നൊരു വരയാണ്. ആ നീളമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അയാൾ നോർത്ത് ഈസ്റ്റിലാണെന്ന് പറയേണ്ടി വരും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അയാൾ നോർത്ത് ഈസ്റ്റിലാണ് നിൽക്കുന്നത്. അതായത് 5 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്ക്. നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക്, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക്. അപ്പോൾ വടക്ക് കിഴക്ക് 5 കിലോമീറ്റർ വടക്ക് കിഴക്കിലായിട്ടായിരിക്കും അയാൾ നിൽക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം അയാൾ എത്ര അകലത്തിലാണെന്ന് മാത്രമാണ്. അത് 5 കിലോമീറ്ററാണ്. ക്ലിയർ അല്ലേ? ഇതാണ് പടം വരയ്ക്കുന്നത്. മനസ്സിലാക്കുക, ഇത് തന്നെ നമുക്ക് പടം വരയ്ക്കാതെയും ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പടം വരയ്ക്കാതെ ചെയ്യാൻ കഴിയും, അതാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഈ ഭാഗം ഞാൻ ഇങ്ങോട്ടൊന്ന് മായ്ച്ചു കളയുവാണേ. നിങ്ങൾ ആദ്യം ഈശ്വരനെ സങ്കല്പിക്കണം. ശ്രദ്ധിക്കുക, ഈശ്വരനെ സങ്കല്പിക്കണം. ESWN. ഈശ്വരൻ്റെ സ്പെല്ലിങ്ങിൽ ESWN എഴുതണം. ESWN. E ഈസ്റ്റ്, S സൗത്ത്, W വെസ്റ്റ്, N നോർത്ത്. E എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് കിഴക്ക്, S എന്ന് പറഞ്ഞാൽ സൗത്ത് തെക്ക്, W എന്ന് പറഞ്ഞാൽ വെസ്റ്റ് പടിഞ്ഞാറ്, N എന്ന് പറഞ്ഞാൽ നോർത്ത് നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക്. ഒരാൾ 2 കിലോമീറ്റർ ഈസ്റ്റിലോട്ട് പോകുന്നു. അപ്പോൾ ഈസ്റ്റിൻ്റെ അവിടെ നിങ്ങൾ 2 എഴുതണം. കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പടം വരയ്ക്കാതെ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈസ്റ്റിലോട്ട് 2 കിലോമീറ്റർ പോകുന്നു. അതിനുശേഷം ലെഫ്റ്റ് തിരിയുന്നു. ശ്രദ്ധിക്കുക, ഈസ്റ്റിൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും കാണുന്നില്ല. ഈസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, കിഴക്കിൻ്റെ ലെഫ്റ്റ് ഇത്. അപ്പോൾ ഇവിടെ ആരും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ നോർത്തിൽ കൊണ്ടുവന്ന് ഈ നമ്പർ എഴുതണം 1. ഈ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും സൂപ്പർ കേട്ടോ. 2 വീഡിയോ ഞാൻ ഡയറക്ഷനായിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് 2 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ഉറപ്പായിട്ടും കാണുക. അപ്പോൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ പോയിട്ടുണ്ട്. പിന്നെ റൈറ്റ് തിരിഞ്ഞ് 2. ഇപ്പം നോർത്തിൻ്റെ റൈറ്റ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലാത്തപ്പോൾ ഈസ്റ്റ് ഇപ്പുറത്തുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് ആ 2 എഴുതുക. 2. പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞ് 2 പോയി. ഈസ്റ്റിൻ്റെ ലെഫ്റ്റ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ അങ്ങ് അപ്പുറത്തുള്ള നോർത്തിൻ്റെ ഇവിടെ ആ 2 എഴുതുക. എന്നിട്ട് ഇതിനെ ബാലൻസ് ചെയ്യുക. അതായത് ഈസ്റ്റിനകത്ത് മൊത്തം 4 ഉണ്ട്. യഥാർത്ഥത്തിൽ ഈസ്റ്റും വെസ്റ്റും തമ്മിൽ കുറച്ചിട്ട് കൂടുതലുള്ളടുത്താണ് എഴുതണ്ടേ. ഈസ്റ്റിനകത്തുള്ള മൂല്യം 2 4, വെസ്റ്റിനകത്തുള്ള മൂല്യം 0ആണ്. അതിനകത്ത് ആരും ഇല്ല. അപ്പോൾ ഇവിടുത്തെ 2 4 ഈ 0 കൂടെ കുറയ്ക്കണം. 4 0 കൂടെ കുറച്ചാൽ 4. അത് കൂടുതലുള്ളടുത്ത് ഈസ്റ്റിലല്ലേ കൂടുതൽ, അവിടെ ആയിട്ട് എഴുതാം 4. ഈ സൗത്തും നോർത്തും തമ്മിൽ കുറയ്ക്കണം. ഇവിടെ കുറയ്ക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി താഴോട്ടങ്ങ് വെക്കുക 3. അപ്പോൾ നിങ്ങൾക്ക് 2 സംഖ്യകൾ കിട്ടിയാൽ, ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഡയറക്ഷനിൽ 2 സംഖ്യകൾ കിട്ടിയാൽ നിങ്ങളൊരു റൂട്ട് ഇട്ടിട്ട്
ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ചെയ്താൽ മതി. അയാൾ ഇപ്പോൾ എത്ര ദൂരത്തിലാണ് എന്നുള്ളത് കിട്ടും. അതായത് 4ൻ്റെ സ്ക്വയർ പ്ലസ് 3ൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 4ൻ്റെ സ്ക്വയർ 16 പ്ലസ് 9 റൂട്ട് ഓഫ് 25 5. അതായത് 5 കിലോമീറ്റർ അകലത്തിലായിരിക്കും. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് കിട്ടിയേക്കുന്ന 2 നമ്പർ ഏതൊക്കെ ദിശയിലാണെന്ന് നോക്കുക. ഈസ്റ്റിലും നോർത്തിലുമാണ്. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ നോർത്ത് ഈസ്റ്റ് ആയിരിക്കും. നോർത്ത് ഈസ്റ്റ്, അതായത് അയാൾ സഞ്ചരിക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലായിട്ട് 5 കിലോമീറ്റർ അകലത്തിൽ നിൽക്കുന്നുണ്ടാകും. ഫിഗർ വരച്ച് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ പോകാം അടുത്ത ചോദ്യത്തിലോട്ട്. നോക്കിക്കൊള്ളാം. ഇവിടെ ഈ 6, 6, 4, 6, 9 യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ്? ഈ ചോദ്യത്തെ ഒന്ന് വൃത്തിയായിട്ട് ആദ്യം തൊട്ട് വായിച്ചു തരാം. ഒരാൾ ഈസ്റ്റ് കിഴക്കോട്ട് 6 കിലോമീറ്റർ നടക്കുന്നു. തുടർന്ന് റൈറ്റ് വലത്ത് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടക്കുന്നു. തുടർന്ന് റൈറ്റ് വലത്ത് തിരിഞ്ഞ് 9 കിലോമീറ്റർ നടക്കുന്നു. എങ്കിൽ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ്? ഫസ്റ്റ് വൺ ഫിഗർ. ഒരാൾ ഈസ്റ്റിലോട്ട് 6 കിലോമീറ്റർ നടക്കുന്നു. അതായത് ഇവിടുന്ന് ഈസ്റ്റിലോട്ട്, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് 6 കിലോമീറ്റർ നടന്നു. 6 എഴുതി. എന്നിട്ട് റൈറ്റ് തിരിയുന്നു. ശ്രദ്ധിക്കുക, റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഇങ്ങോട്ടിഞ്ഞ് പോരും. ക്ലോക്ക് സഞ്ചരിക്കുന്ന സൂചന. ഇത് സെൻറ്ററായിട്ട് വിചാരിച്ചുകൊണ്ട് ഇത് ക്ലോക്ക് കറക്കുക, ഇങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് താഴോട്ടൊരു വര വരയ്ക്കും. 4 കിലോമീറ്റർ അത് വരച്ച് വീണ്ടും റൈറ്റ് തിരിഞ്ഞ്. ശ്രദ്ധിക്കുക, വീണ്ടും റൈറ്റ് തിരിഞ്ഞ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സൂചി, ഓക്കെ, എന്നുവെച്ചാൽ 6ൻ്റെ നേരെ നിൽക്കുന്ന സൂചി റൈറ്റ് തിരിയുകയെന്ന് വെച്ചാൽ ഇങ്ങോട്ടിഞ്ഞ് പോരത്തില്ലേ. റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ് കേട്ടോ. ക്ലോക്ക് വൈസിൽ കറങ്ങും. റൈറ്റ് എന്ന് എപ്പോൾ കേട്ടാലും ക്ലോക്ക് വൈസിൽ കറക്കും ഇങ്ങോട്ട്. അപ്പോൾ ഈ പ്രദേശത്തോട്ട് വരയ്ക്കും. എത്ര പോന്നേക്കുന്നത്? 9 ആണ്. ഇതിന് പാരലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നീളവും കൂടെ പരിഗണിക്കണം കേട്ടോ. ഇതിൻ്റെ നേരെ എത്തപ്പോൾ 6 ആവത്തേ ഉള്ളൂ. പക്ഷേ പോകേണ്ടത് 9 ആണ്. എന്ന് വെച്ചാൽ പിന്നെ ഒരു 3 കൂടി ഇങ്ങോട്ട് പോകണം. ഇവിടുന്ന് ഇവിടം വരെ 9 ആണ്. ഇവിടുന്ന് ഇവിടം വരെ 6, കാരണം ഈ നീളത്തിന് തുല്യമാണ്. ബാക്കി ഒരു 3 കൂടെ വരും. 6, 3, 9. അയാൾ യാത്ര തുടങ്ങിയ സ്ഥലം ഇതാണ്. ആ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ എത്ര അകലത്തിലാണെന്ന് ഇവിടെ വന്ന് നിൽക്കുക. എന്നുവെച്ചാൽ ഈ നീളമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതൊരു ചരിഞ്ഞ വരയാണ്. ചരിഞ്ഞ വര, ഗുണന ചിഹ്നത്തിലെ വര. ഒരു വരയല്ലേ ഇത്? ഇപ്പോൾ ഇങ്ങനൊരു വര വരച്ച ഗുണന ചിഹ്നമല്ലേ. അപ്പോൾ ആ വരയാണ് കണ്ടെത്തേണ്ടെങ്കിൽ ഇവിടെ ത്രികോണം വന്നേ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ ത്രികോണം. കണ്ടോ, ഇതാണ് നമ്മുടെ ത്രികോണം. ത്രികോണത്തിൻ്റെ ഈ വശത്തിൻ്റെ നീളം നിങ്ങൾക്കറിയാം 4 ആണ്. ഈ വശത്തിൻ്റെ നീളം നിങ്ങൾക്കറിയാം 3 ആണ്. 3, 4 വേണേൽ ഇത് 5 ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് ഓഫ് 3ൻ്റെ സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ ചെയ്യും. എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 9 പ്ലസ് 16 എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 25 എന്ന് വെച്ചാൽ 5 കിലോമീറ്റർ. സഞ്ചരിക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഏത് ദിക്കിലാണെന്ന് വെച്ചാൽ അവിടെ ഒരു അധികം വരയ്ക്കണം. ഇത് വെസ്റ്റാണ്, ഇത് സൗത്താണ്. സൗത്തിൻ്റെ വെസ്റ്റിൻ്റെ ഇടയിലല്ലേ ഇപ്പോൾ അയാൾ നിൽക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ ചോദിക്കുകയാണെങ്കിൽ സൗത്ത് വെസ്റ്റ്. സൗത്ത് തെക്ക്, വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് 5 കിലോമീറ്റർ അകലത്തിൽ. പടം വരയ്ക്കാതെ എങ്ങനെ ചെയ്യാം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ESWN ഈശ്വരൻ എന്നെഴുതുക. അതിനുശേഷം ഇയിൽ 6 എഴുതുക. റൈറ്റ് തിരിഞ്ഞ് 4 പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റിൻ്റെ റൈറ്റിലായിട്ട് 4 എഴുതുക. പിന്നെ റൈറ്റ് തിരിഞ്ഞ് 9 പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. സൗത്തിൻ്റെ റൈറ്റിലായിട്ട് 9 എഴുതുക. അതിനുശേഷം എതിർദിശകൾ ഈസ്റ്റ് വെസ്റ്റ്, ഈസ്റ്റിൻ്റെ എതിർദിശയാണല്ലോ വെസ്റ്റ്, എതിർദിശകൾ തമ്മിൽ കുറയ്ക്കുക. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക്, വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. ഈ 2 ദിശകൾ തമ്മിൽ കുറയ്ക്കുക. അപ്പോൾ 6ഉം 9ഉം കൂടെ കുറച്ചാൽ, 9ഉം 6ഉം തമ്മിൽ കുറച്ചാൽ 3 കിട്ടും. അത് കൂടുതലുള്ള സംഖ്യയുടെ താഴായിട്ട് എഴുതുക. എന്നുവെച്ചാൽ ഇതിനെ ബാലൻസ് ചെയ്ത് 9ൽ നിന്ന് 6 കുറച്ച് 3 കിട്ടി. അത് കൂടുതലുള്ള സ്ഥലത്തായിട്ട് എഴുതുക. സൗത്തും നോർത്തും എതിർദിശയാണ്. നോർത്തിൽ പക്ഷേ ആളില്ല. അപ്പോൾ സൗത്തിൻ്റെ അവിടുത്തെ നമ്പർ അത് നിങ്ങൾ അത്രക്കി വെക്കുക 4. 2 സംഖ്യകൾ കിട്ടിയാൽ നമ്മുടെ ആൻസർ എത്ര ദൂരത്തിലാണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത് എന്ന് കണ്ടെത്താൻ റൂട്ട് ഇടുക. ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ചെയ്തേക്കുക. 4ൻ്റെ സ്ക്വയർ പ്ലസ് 3ൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 16 പ്ലസ് 9. 4ൻ്റെ സ്ക്വയർ 16, 3ൻ്റെ സ്ക്വയർ 9. അങ്ങനെ റൂട്ട് ഓഫ് 25, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഓർക്കുക, അയാളിപ്പോൾ ഏത് ദിക്കിലാണ്? സൗത്ത് വെസ്റ്റ്. ഓക്കെ, സൗത്ത് വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറ്. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? പോയാലോ അടുത്ത ചോദ്യം. ചോദ്യം ഞാൻ വായിക്കുകയാണ്, ചുരുക്കിയ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ഒരാൾ 500 മീറ്റർ മുന്നോട്ട് നടന്നു.
അയാൾ ഏത് ദിക്കിലോട്ടാണ് പോയത് എന്ന് ചോദ്യത്തിൽ ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞിട്ടില്ല. അയാൾ തെക്കോട്ടാവാം, വടക്കോട്ടാവാം, പടിഞ്ഞാറോട്ടാവാം, എങ്ങോട്ടെങ്കിലും ആവാം. 500 മീറ്റർ മുന്നോട്ട് നടന്നു. ശേഷം റൈറ്റ് വലത്ത് തിരിഞ്ഞ് 800 മീറ്റർ പോയി. പിന്നീട് ലെഫ്റ്റ് ഇടത്ത് തിരിഞ്ഞ് 300 മീറ്റർ പോയി. 800 ആയത് കേട്ടോ. റൈറ്റ് തിരിഞ്ഞ് 800 മീറ്റർ, പിന്നീട് ലെഫ്റ്റ് തിരിഞ്ഞ് ഇടത്ത് തിരിഞ്ഞ് 300 മീറ്റർ. എങ്കിൽ പുറപ്പെട്ട സ്ഥലത്തുനിന്നും അയാൾ എത്ര അകലത്തിലാണ്? അപ്പോൾ ആദ്യം 500 മീറ്റർ മുന്നോട്ട് പോയി. മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും നിങ്ങൾ വരച്ചോണം, എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. ഞാൻ ഇപ്പോൾ തൽക്കാലം അങ്ങോട്ടങ്ങ് വരയ്ക്കുവാണ്. ഇവിടുന്ന് യാത്ര പുറപ്പെട്ട് അങ്ങോട്ടങ്ങ് വരച്ചു. എത്ര? 500 മീറ്റർ. അതിനുശേഷം റൈറ്റ് തിരിഞ്ഞ്, റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് താഴോട്ട് പോകും. 800 മീറ്റർ പോയി. അപ്പോൾ 800 മീറ്റർ ഇവിടെ എഴുതി. അതിനുശേഷം ലെഫ്റ്റ് തിരിഞ്ഞ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസാണ്, അങ്ങോട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങിപ്പോകും. ആൻറ്റി ക്ലോക്ക് വൈസ് 300 മീറ്റർ പോയി. അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ്? തുടങ്ങിയത് ഇത്, അവസാനിച്ചത് ഇത്, ഒറ്റ വര. ഇതെത്രയാണെന്നാണ് ചോദ്യം. നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും ഇതൊരു ചരിഞ്ഞ വരയാണ്. ചരിഞ്ഞ വര വന്നാൽ മട്ടത്രികോണമാണ്. അപ്പോൾ ത്രികോണം നിർമ്മിക്കണം. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ടൊരു വര, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഒരു മട്ടത്രികോണം. കണ്ടോ? ഈ മട്ടത്രികോണത്തിൻ്റെ ഈ വശത്തിൻ്റെ നീളം നിങ്ങൾക്ക് ആൾറെഡി അറിയാം. കാരണം ഇവിടുന്ന് ഇവിടം വരെ 300 ആണ്. ഇവിടുന്ന് ഇവിടം വരെ ഈ നീളമായിരിക്കുമല്ലോ, ഈ നീളം 500 ആണ്. അങ്ങനെ ടോട്ടലി ഇത് 800 ആണ്. ശ്രദ്ധിക്കുക, ഈ നീളം എന്ന് പറഞ്ഞാൽ ഈ നീളത്തിന് തുല്യമാണ്. അത് 800 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടം വരെ 800 ആണ്. അപ്പോൾ അതും 800 ആയിരിക്കും. അപ്പോൾ ഈ മട്ടത്രികോണത്തെക്കുറിച്ച് മാത്രം ഇനി ചിന്തിക്കണം. ആ മട്ടത്രികോണത്തിൻ്റെ ഒരു വശം 800, അടുത്ത വശം 800. അങ്ങനെയാണെങ്കിൽ ഇത് ആ മട്ടത്രികോണം വേണമെങ്കിൽ ഞാനൊന്ന് ചുരുക്കി വരച്ച് കാണിച്ചു തരാം. ഇത് 800, ഇത് 800. അങ്ങനെയാണ് ഈ നീളം എങ്ങനെ കണ്ടെത്താം? പൈതഗോറസ് തിയറം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റൂട്ട് ഓഫ് 800ൻ്റെ സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ചെയ്യണം. ഒറ്റ കാര്യം, റൂട്ട് ഓഫ് 800ൻ്റെ സ്ക്വയർ പ്ലസ് 800ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 2 800ൻ്റെ സ്ക്വയർ അല്ലേ? ഇതിനെ നമുക്ക് 2 × 800ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. എക്സ് അധികം എക്സ് മനസ്സിലാക്കുക. എക്സ് അധികം എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. 2 × x. അപ്പോൾ അതേപോലെ എക്സിൻ്റെ സ്ഥാനത്ത് 800ൻ്റെ സ്ക്വയർ നിൽക്കുക. അപ്പോൾ 800ൻ്റെ സ്ക്വയർ പ്ലസ് 800ൻ്റെ സ്ക്വയർ, 2 × 800ൻ്റെ സ്ക്വയർ. നിങ്ങൾ ഇതിൻ്റെ 2ൻ്റെ സെപ്പറേറ്റ് റൂട്ട് എടുക്കുക. 2ൻ്റെ റൂട്ട് √2 ഇൻറ്റു 800ൻ്റെ സ്ക്വയർ, അതിൻ്റെ റൂട്ട്. ഇതിൻ്റെ 2ൻ്റെ സെപ്പറേറ്റ് റൂട്ട് എടുക്കുക. 2ൻ്റെ റൂട്ട് √2, 800ൻ്റെ സ്ക്വയർ അതിൻ്റെ റൂട്ട് 800 എന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരം 800 √2 എന്ന് കിട്ടും. ഇത്രയും മീറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? പടം വരയ്ക്കാതെ എങ്ങനെ ചെയ്യാം? ഈശ്വരനെ സങ്കല്പിച്ചോ. ESWN. അയാൾ 500 മീറ്റർ മുന്നോട്ട് നടന്നു. എങ്ങോട്ടാണെന്ന് നമുക്കറിയാൻ വയ്യ. എങ്ങോട്ടോ നടന്നു. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ദിശയിലോട്ടായിരിക്കുമല്ലോ അയാൾ നടന്നേക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിശയുടെ താഴോട്ടായി ആ നമ്പരും എഴുതിയേക്കുക. അത് ഇഷ്ടമുള്ള EO SO WNO ഇഷ്ടമുള്ളെടുത്ത് നിങ്ങൾക്ക് എഴുതാം. ഞാൻ ഇപ്പോൾ തൽക്കാലം ഈസ്റ്റിൻ്റെ അടുത്ത് എഴുതുന്നു. ഈസ്റ്റിലോട്ട് 500 അല്ലേ, 500 എഴുതുന്നു. അതിനുശേഷം റൈറ്റ് തിരിഞ്ഞു. ഈസ്റ്റിൻ്റെ റൈറ്റ് സൗത്തിൽ വരും 800. അതിനുശേഷം ലെഫ്റ്റ് തിരിഞ്ഞു. സൗത്തിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ ഈസ്റ്റ് വരും 300. ബാലൻസ് ചെയ്യുന്ന ശ്രദ്ധിക്കുക. ഈസ്റ്റ് വെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഈസ്റ്റിൻ്റെ എല്ലാം കൂടെ കൂട്ടി താഴോട്ട് വെക്കണം 800. സൗത്ത് നോർത്ത് ഇല്ലാത്തതുകൊണ്ട് സൗത്തിൻ്റെ എല്ലാം കൂട്ടി താഴോട്ട് വെക്കണം 800. 2 സംഖ്യകൾ വന്നാൽ റൂട്ട് ഓഫ് 800ൻ്റെ സ്ക്വയർ പ്ലസ് 800ൻ്റെ സ്ക്വയർ, റൂട്ട് ഓഫ് 2 × 800ൻ്റെ സ്ക്വയർ, 2ൻ്റെ റൂട്ട് √2, 800ൻ്റെ സ്ക്വയറിൻ്റെ റൂട്ട് 800. ഉത്തരം 800 √2. എളുപ്പമല്ലേ? ഓക്കെ. പടം വരയ്ക്കാത്തത് എളുപ്പം, പടം വരയ്ക്കുന്നത് എളുപ്പം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് വീഡിയോ ക്ലാസ് താൽക്കാലികമായി നിർത്താം. ശ്രദ്ധിച്ചാലോ? നോക്കിക്കൊള്ളുക. ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ. ഒരാൾ നോർത്ത് വടക്കോട്ട് 10 മീറ്റർ പോകുന്നു. 10 കിലോമീറ്റർ ഇരിക്കട്ടെ, 10 കിലോമീറ്റർ പോകുന്നു. തുടർന്ന് സൗത്ത് തെക്കിലോട്ട് 9 കിലോമീറ്റർ പോകുന്നു. തുടർന്ന് വെസ്റ്റ് പടിഞ്ഞാറോട്ട് 7 കിലോമീറ്റർ പോകുന്നു. അയാൾ സഞ്ചരിക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ്? ഇതാണ് ചോദ്യം. അയാൾ സഞ്ചരിക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ്? ആദ്യം അയാൾ നോർത്ത് എന്ന് പറഞ്ഞാൽ മുകളിലോട്ടാണല്ലോ. മുകളിലോട്ട് അയാൾ 10 കിലോമീറ്റർ പോകുന്നു. അത് കഴിഞ്ഞിട്ട് സൗത്തിലോട്ട്, കളി അങ്ങോട്ട് മാറി, അത് കഴിഞ്ഞിട്ട് സൗത്തിലോട്ട്.
അപ്പോൾ നോർത്തിലോട്ട് പോയ ആൾ സൗത്തിലോട്ട് പോകാമെന്ന് വെച്ചാൽ തിരിച്ചു വരണം. സൗത്തിലോട്ട് പോകാമെന്ന് വെച്ചാൽ തിരിച്ചു വരണം. അപ്പോൾ അയാൾ തിരിച്ചിഞ്ഞ് വരും. ഓക്കെ, തിരിച്ച് 9 കിലോമീറ്ററേ പോയിട്ടുള്ളൂ. 9 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ വരും പുള്ളി. 9, ഇത് 9, അപ്പോൾ ഇതൊന്നായിരിക്കും. മനസ്സിലായോ? ഇതൊന്നുകൂടെ ഒന്ന് പറയാം, ഇച്ചിരി വലുതായിട്ടൊന്ന് വരച്ചാൽ സൂപ്പർ ആയിരിക്കത്തില്ലേ? അപ്പോൾ ഒരാൾ നോർത്തിലോട്ട് 10 കിലോമീറ്റർ പോകുന്നു. അതിനുശേഷം സൗത്ത് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരണം. ഇവിടെ നിൽക്കുന്ന വ്യക്തി താഴോട്ട് പോകുമ്പോഴാണ് സൗത്ത് ആവുന്നത്. ഇവിടം വരെ എത്തിയാൽ 10 ആവും. പക്ഷേ 10 പോയിട്ടില്ല, അയാൾ 9 പോയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇപ്പോൾ രണ്ടാമത്തെ പൊസിഷൻ ഇവിടെയാണ്. ഇവിടെ വന്ന് നിൽക്കുവാണ് പുള്ളി. 9 പോയിട്ടുണ്ട്, ഇനി താഴോട്ട് 1 ഉണ്ട്. എന്നാലും 9 ഒന്നുകൂടെ ചേർന്നാൽ 10 ആവുന്നത്. അതിനുശേഷം വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇടത്തോട്ടാണ്. ഇടത്തോട്ട് 7 കിലോമീറ്റർ പോകുന്നു. ഇപ്പോൾ അയാൾ സഞ്ചരിക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ്? അയാൾ സഞ്ചരിക്കാൻ തുടങ്ങിയത് ഇവിടാണ്, മറന്നുപോയിട്ടില്ലല്ലോ. ആദ്യം ഒരു 10 കിലോമീറ്റർ നോർത്തിലോട്ട് മേലോട്ട് വെച്ച് പിടിച്ചതാണ്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, ഇതാണ് എൻഡിങ് പോയിന്റ്. ഇവ തമ്മിലുള്ള അകലം ഈ ചരിഞ്ഞ വര. നിങ്ങൾ നോക്ക്, ഇപ്പോൾ ഇവിടെ ഒരു മട്ടത്രികോണം കാണുന്നുണ്ടല്ലോ. ഈ ചരിഞ്ഞ വര കർണമാക്കിക്കൊണ്ടൊരു മട്ടത്രികോണം ഇത്. ആ ത്രികോണം വെച്ച് ഈ 2 സൈഡ് നിങ്ങൾക്ക് ഇപ്പോൾ ആൾറെഡി അറിയാം, 7 1. അത് വെച്ച് നമ്മൾ കണ്ടെത്തണം. റൂട്ട് ഓഫ് 7ൻ്റെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ. ഈ റൂട്ട് ഓഫ് 7ൻ്റെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ ആയിരിക്കും ഈ ചരിഞ്ഞ വരയുടെ നീളം. അപ്പോൾ റൂട്ട് ഓഫ് 7ൻ്റെ സ്ക്വയർ 49, 1ൻ്റെ സ്ക്വയർ 1. റൂട്ട് ഓഫ് 50. റൂട്ട് 50 എന്ന് പറഞ്ഞാലേ ഒറ്റ നിമിഷം ശ്രദ്ധിക്കണേ. റൂട്ട് 50, 50നെ നിങ്ങൾക്ക് 25 × 2 എന്ന് എഴുതാം. ഒരു സ്ക്വയർ നമ്പർ, മാക്സിമം വലിയ സ്ക്വയർ നമ്പർ ഇൻറ്റു ഒരു സംഖ്യ എന്ന് എഴുതാൻ പറ്റുമോ നോക്കണേ. 50നെ 50 ഒരു സ്ക്വയർ നമ്പർ ആണെങ്കിൽ റൂട്ട് അങ്ങ് എടുത്താൽ മതി. പക്ഷേ 50 സ്ക്വയർ നമ്പർ അല്ലല്ലോ. അപ്പോൾ 50നെ ഒരു സ്ക്വയർ നമ്പർ ഇൻറ്റു മറ്റൊരു സംഖ്യ എന്ന് എഴുതാൻ പറ്റുമോ നോക്കണം. 25 × 2 എന്ന് എഴുതാൻ പറ്റുമോ 50ന്? അങ്ങനെയാണെങ്കിൽ 25ൻ്റെ റൂട്ട് എടുക്കണം. 25ൻ്റെ റൂട്ട് നിങ്ങൾക്കറിയാമല്ലോ 5 ആണ്. 2ൻ്റെ റൂട്ട് എടുക്കണം, റൂട്ട് 2 ആണ്. 5 റൂട്ട് 2. പടം വരയ്ക്കാതൊന്ന് ചെയ്താലോ. ESWN. അപ്പോൾ ആദ്യം നിങ്ങൾ അന്വേഷിക്കണം, ഒരാൾ നോർത്തിലോട്ട് 10 പോയി, നോർത്തിൻ്റെ അവിടെ 10 എഴുതുക. അതിനുശേഷം സൗത്തിലോട്ട് 9 പോയി, സൗത്തിൻ്റെ അവിടെ 9 എഴുതുക. പിന്നെ വെസ്റ്റിലോട്ട് 7 പോയി, വെസ്റ്റിൻ്റെ അവിടെ 7 എഴുതുക. ഈസ്റ്റും വെസ്റ്റ് എതിർദിശയാണ്. ഈസ്റ്റ് നമ്പർ ഇല്ലാത്തതുകൊണ്ട് വെസ്റ്റിൻ്റെ താഴോട്ട് 7 എഴുതുക. സൗത്തും നോർത്തും എതിർദിശയാണ്, തമ്മിൽ കുറച്ചേക്കുക. 9ഉം 10ഉം തമ്മിൽ കുറച്ച 1 കൂടുതലുള്ളിടത്തായിട്ട് എഴുതുക, നോർത്തിൻ്റെ അവിടെ ആയിട്ട് എഴുതുക. ഇനി റൂട്ട് ഓഫ് 2 സംഖ്യ എപ്പോൾ വന്നാലും ഒരു റൂട്ട് ഇടുക. ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ചെയ്തേക്കുക. 7ൻ്റെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ. റൂട്ട് ഓഫ് 49 + 1. റൂട്ട് ഓഫ് 50. റൂട്ട് 50 എന്ന് പറഞ്ഞാൽ ഓർക്കുക, 50നെ നമുക്ക് 25 × 2 എന്ന് എഴുതാം. 25ൻ്റെ റൂട്ട് 5, 2ൻ്റെ റൂട്ട് 2. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, മുൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രയാങ്കിൾ വരുന്നതും വരാത്തതും എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉറപ്പായിട്ടും കാണണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.